നമ്മൾ പോകുന്നത് ഇനി ഫോക്കസ് നമ്പർ 2 നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരും. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. ഇന്ന് സുപ്രീം കോടതിയിൽ ഈ വിഷയം വീണ്ടും വന്നു. സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിക്കാരായ ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാട്ടിയത് മധ്യസ്ഥ ശ്രമത്തിന് ഇന്ത്യയിൽ നിന്ന് ഒരു സംഘം പോകണം എന്ന ഒരു കാര്യമാണ് അവർ ആവശ്യപ്പെട്ടത്. അതിൽ കേന്ദ്രത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാകണമെന്ന ഒരു ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. കേന്ദ്ര പ്രതിനിധികൾ, നയതന്ത്ര പ്രതിനിധികൾ തന്നെ ആ സംഘത്തിൽ ഉണ്ടാകണമെന്നതായിരുന്നു ഈ ഹർജിക്കാരുടെ ആവശ്യം. പക്ഷേ കോടതി ഇതിൽ നേരിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. കോടതി ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം എന്താണ്, കേന്ദ്ര സർക്കാരിന് എന്താണ് പറയാനുള്ളത് എന്ന് അവരോട് ചോദിക്കുകയാണ് ചെയ്തത്. അറ്റോർണി ജനറലിനോട് കോടതി അക്കാര്യം നിർദ്ദേശിച്ചു. അത് കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് പറയാം എന്ന ഒരു മറുപടിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത് അറ്റോർണി ജനറൽ. എന്തായാലും അത് പ്രതീക്ഷയുള്ളതാണ് എന്നതാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പറയുന്നത്. വളരെ ശക്തമായി ഈ മോചനത്തിനുള്ള ശ്രമങ്ങൾ തുടരുക എന്നതാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. എന്തിനാണ് ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഒരു സംഘം വേണം എന്ന് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൗൺസിൽ ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, സാധ്യമായ നിലയിലെല്ലാം അവിടെ ഒരു സമ്മർദ്ദം നടത്തുക എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് നയതന്ത്ര പ്രതിനിധികളുടെ സാന്നിധ്യം അത്യാവശ്യമാണ് എന്നവർ കരുതുന്നു. ആ സംഘം അവിടെ എത്തി തലാലിന്റെ സഹോദരനുമായി സംസാരിക്കണം, കുടുംബാംഗങ്ങളുമായി സംസാരിക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം, ദയാധനം നൽകി ഈ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അവർ കേന്ദ്ര സംഘത്തിന്റെ കൂടി പ്രതിനിധികൾ വേണം ഈ സംഘത്തിൽ എന്ന് ആവശ്യപ്പെടുന്നത്. 4 അംഗങ്ങളുള്ള ഒരു സംഘം പുറപ്പെടണം ഇവിടെ നിന്ന് യമനിലേക്കെന്നവർ പറയുന്നു. ആ 4 അംഗ സംഘത്തിൽ 2 നയതന്ത്ര പ്രതിനിധികൾ, മറ്റ് 2 മതപണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ളവർ വേണം എന്നതാണ് അവരുടെ ആവശ്യം. അപ്പോൾ ഏതൊക്കെ സാധ്യതകൾ, സാഹചര്യങ്ങൾ ഉണ്ടോ അത് പ്രയോജനപ്പെടുത്താനാണ് അവർ നീക്കം നടത്തുന്നത്. അതിന് കോടതിയുടെ കൂടി ഇടപെടൽ ആവശ്യപ്പെടുകയാണ്. പക്ഷേ നേരിട്ടിടപെടാത്ത കോടതി കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇതിൽ നിലപാട് പറയാൻ പറഞ്ഞിരിക്കുന്നു. എങ്കിലും AG ഇന്ന് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തങ്ങൾക്ക് ആശ്വാസകരമാണ് എന്നതാണ് ആക്ഷൻ കൗൺസിൽ അംഗം കൂടിയായ അഡ്വക്കേറ്റ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. സുഭാഷ് ചന്ദ്രന്റെ പ്രതികരണം കാണാം. ഇന്ന് അറ്റോർണി ജനറൽ ഈ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു 3 ആഴ്ചത്തെ കേസ് നീട്ടിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് രാവിലെ മെൻഷൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ ഞങ്ങൾ എതിർത്തതൊന്നുമില്ല. അതേസമയം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടൊരു ആവശ്യമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇന്ന് കോടതി മുമ്പാകെ വെച്ചത്. അത് ചർച്ചകൾക്കായി ഇപ്പോൾ ചർച്ചകൾ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സമാന്തരമായി നടക്കുന്നുണ്ട്. സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ 2 പണ്ഡിതന്മാർ കൂടി ഉൾപ്പെടുന്ന, കേന്ദ്രത്തിലെ നയതന്ത്ര പ്രതിനിധികൾ കൂടി ഉൾപ്പെടുന്ന ഒരു സംഘം അവിടേക്ക് പോകണം. ഇപ്പോൾ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റൊരു തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ആ തീയതി പ്രഖ്യാപിക്കുന്നതിനിടയിലുള്ള സമയത്ത് ഈ അനുനയ ശ്രമങ്ങൾ നടത്തുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കോടതി കേന്ദ്രത്തിനോട് അവരുടെ അഭിപ്രായം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓഗസ്റ്റ് 14-നാണ് ഇത് വീണ്ടും പരിഗണിക്കുക. അത്രയധികം സമയം വരുന്നു എന്നൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമുണ്ട്. ഒപ്പം തന്നെ വിദ്വേഷപരമായ ചർച്ചകൾ ഇവിടെ നടക്കുന്നത്, ക്രെഡിറ്റ് ചൊല്ലിയുള്ള തർക്കങ്ങൾ നടക്കുന്നത്, അതൊക്കെ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വെല്ലുവിളിയാകും. അതുണ്ടാകരുത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഹർജിക്കാർ ഇന്ന് ആ വിഷയം കൂടി കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും നമ്മൾ കണ്ടു. നമ്മൾ ഇനി പോകുന്നു